യിരെമ്യാവ് അധ്യായം 23. എൻ്റെ മേച്ചിൽപ്പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് തൻ്റെ ജനത്തെ മേയിക്കുന്ന ഇടയന്മാരെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾ എൻ്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ച് ഓടിച്ചു കളഞ്ഞിരിക്കുന്നു. ഇതാ, ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. എൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ശേഷിച്ചിരിക്കുന്നവയെ ഞാൻ അവയെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ദേശങ്ങളിൽ നിന്നും ശേഖരിച്ച് അവയുടെ പുൽപ്പുറങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവരും. അവ വർദ്ധിച്ചു പെരുകും. അവയെ മേയിക്കേണ്ടതിന് ഞാൻ ഇടയന്മാരെ നിയമിക്കും. അവ ഇനി പേടിക്കയില്ല, ഭ്രമിക്കയില്ല, കാണാതെ പോകുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ദാവീദിന് നീതിയുള്ള ഒരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. അവൻ രാജാവായി വാണ് ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. അവൻ്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ നിർഭയമായി വസിക്കും. അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും എന്ന് യഹോവയുടെ അരുളപ്പാട്. ആകയാൽ ഇസ്രായേൽ മക്കളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയാണ് എന്ന് ഇനി പറയാതെ, ഇസ്രായേൽ ഗൃഹത്തിൻ്റെ സന്തതിയെ വടക്ക് ദേശത്തു നിന്നും ഞാൻ അവരെ നീക്കിക്കളഞ്ഞിരുന്ന സകല ദേശങ്ങളിൽ നിന്നും പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന യഹോവയാണ് എന്ന് പറയുന്ന കാലം വരും. അവർ തങ്ങളുടെ സ്വന്തം ദേശത്ത് വസിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രവാചകന്മാരെക്കുറിച്ചുള്ള അരുളപ്പാട്. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ നുറുങ്ങിയിരിക്കുന്നു, എൻ്റെ അസ്ഥികളൊക്കെയും ഇളകുന്നു. യഹോവ നിമിത്തവും അവൻ്റെ വിശുദ്ധ വചനങ്ങൾ നിമിത്തവും ഞാൻ മത്തനായിരിക്കുന്നവനെ പോലെയും വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചവനെ പോലെയുമായിരിക്കുന്നു. ദേശം വ്യഭിചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ശാപം നിമിത്തം ദേശം ദുഃഖിക്കുന്നു. മരുഭൂമിയിലെ മേൽച്ചിൽപ്പുറങ്ങൾ ഉണങ്ങിപ്പോയിരിക്കുന്നു. അവരുടെ ഓട്ടം ദോഷമുള്ളതും അവരുടെ ബലം നേരുകെട്ടതും ആകുന്നു. പ്രവാചകനും പുരോഹിതനും ഒരുപോലെ വഷളന്മാരായിരിക്കുന്നു. എൻ്റെ ആലയത്തിലും ഞാൻ അവരുടെ ദുഷ്ടത കണ്ടിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് അവരുടെ വഴി അവർക്ക് ഇരുട്ടത്ത് വഴുവഴുപ്പായിരിക്കും. അവർ അതിൽ കാൽ തെറ്റി വീഴും. ഞാൻ അവർക്ക് അനർത്ഥം അവരുടെ സന്ദർശനകാലം തന്നെ വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ശമര്യയിലെ പ്രവാചകന്മാരിൽ ഞാൻ ഭോഷത്വം കണ്ടിരിക്കുന്നു. അവർ ബാലിൻ്റെ നാമത്തിൽ പ്രവചിച്ചു എൻ്റെ ജനമായ ഇസ്രായേലിനെ തെറ്റിച്ചു കളഞ്ഞു. യെരൂശലേമിലെ പ്രവാചകന്മാരിലോ ഞാൻ അതിഭയങ്കരമായുള്ളത് കണ്ടിരിക്കുന്നു. അവർ വ്യഭിചാരം ചെയ്ത് വ്യാജത്തിൽ നടക്കുന്നു. ആരും തൻ്റെ ദുഷ്ടത വിട്ടുതിരിയാതെ വണ്ണം അവർ ദുഷ്പ്രവർത്തിക്കാരെ ധൈര്യപ്പെടുത്തുന്നു. അവരെല്ലാവരും എനിക്ക് സോദോം പോലെയും അതിലെ നിവാസികൾ ഗൊമോറ പോലെയും ഇരിക്കുന്നു. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ പ്രവാചകന്മാരെക്കുറിച്ച് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ അവരെ കാഞ്ഞിരം തീറ്റി നഞ്ചുവെള്ളം കുടിപ്പിക്കും. യെരൂശലേമിലെ പ്രവാചകന്മാരിൽ നിന്നല്ലോ വഷളത്വം ദേശത്തെല്ലായിടവും പരന്നിരിക്കുന്നത്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങളോട് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് കേൾക്കരുത്. അവർ നിങ്ങളെ വ്യാജം ഉപദേശിക്കുന്നു. യഹോവയുടെ വായിൽ നിന്നുള്ളതല്ല, സ്വന്തം ഹൃദയത്തിലെ ദർശനമത്രേ അവർ പ്രവചിക്കുന്നത്. എന്നെ നിരസിക്കുന്നവരോട് അവർ നിങ്ങൾക്ക് സമാധാനമുണ്ടാകും എന്ന് യഹോവ അരുളിച്ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. തങ്ങളുടെ ഹൃദയത്തിലെ ശാഠ്യപ്രകാരം നടക്കുന്നവരോടൊക്കെയും നിങ്ങൾക്കൊരു ദോഷവും വരികയില്ല എന്നും പറയുന്നു. യഹോവയുടെ വചനം ദർശിച്ച് കേൾപ്പാൻ തക്കവണ്ണം അവൻ്റെ ആലോചന സഭയിൽ നിന്നവൻ ആർ? അവൻ്റെ വചനം ശ്രദ്ധിച്ചു കേട്ടിരിക്കുന്നവൻ ആർ? യഹോവയുടെ ക്രോധം എന്ന കൊടുങ്കാറ്റ്, വലിയ ചുഴലിക്കാറ്റ് തന്നെ പുറപ്പെട്ടിരിക്കുന്നു. അത് ദുഷ്ടന്മാരുടെ തലമേൽ ചുറ്റിയടിക്കും. തൻ്റെ ഹൃദയത്തിലെ ഉദ്ദേശങ്ങളെ നടത്തി തീരുവോളം യഹോവയുടെ കോപം മാറുകയില്ല. ഭാവികാലത്ത് നിങ്ങളതിനെ പൂർണ്ണമായി ഗ്രഹിക്കും. ഞാൻ ഈ പ്രവാചകന്മാരെ അയക്കാതിരുന്നിട്ടും അവർ ഓടി. ഞാൻ അവരോട് അരുളി ചെയ്യാതിരുന്നിട്ടും അവർ പ്രവചിച്ചു. അവർ എൻ്റെ ആലോചന സഭയിൽ നിന്നിരുന്നുവെങ്കിൽ എൻ്റെ വചനങ്ങളെ എൻ്റെ ജനത്തെ കേൾപ്പിച്ച് അവരെ അവരുടെ ആകാത്ത വഴിയിൽ നിന്നും അവരുടെ പ്രവൃത്തികളുടെ ദോഷത്തിൽ നിന്നും തിരിപ്പിക്കുമായിരുന്നു. ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ, ദൂരസ്ഥനായ ദൈവവും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്തൊളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്.
ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് എൻ്റെ നാമത്തിൽ ഭോഷ്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാരുടെ വാക്ക് ഞാൻ കേട്ടിരിക്കുന്നു. സ്വന്തം ഹൃദയത്തിലെ വഞ്ചനയുടെ പ്രവാചകന്മാരായി ഭോഷ്ക് പ്രവചിക്കുന്ന പ്രവാചകന്മാർക്ക് ഈ താല്പര്യം എത്രത്തോളം ഉണ്ടായിരിക്കും. അവരുടെ പിതാക്കന്മാർ ബാൽ നിമിത്തം എൻ്റെ നാമം മറന്നു കളഞ്ഞതുപോലെ ഇവർ അന്യോന്യം വിവരിച്ചു പറയുന്ന സ്വപ്നങ്ങൾ കൊണ്ട് എൻ്റെ ജനം എൻ്റെ നാമം മറന്നു കളയേണ്ടതിന് ഇടവരുത്തുവാൻ വിചാരിക്കുന്നു. സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ. എൻ്റെ വചനം ലഭിച്ചിരിക്കുന്നവൻ എൻ്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കട്ടെ. വൈക്കോലും ഗോതമ്പും തമ്മിൽ ഒക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഒരുത്തനോടൊരുത്തൻ എൻ്റെ വചനങ്ങളെ മോഷ്ടിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. തങ്ങളുടെ നാവെടുത്ത് അരുളപ്പാടെന്ന് പറയുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. വ്യാജ സ്വപ്നങ്ങളെ പ്രവചിച്ച് വിവരിച്ച് ഭോഷ്ക് കൊണ്ട് വ്യർത്ഥ പ്രശംസ കൊണ്ടും എൻ്റെ ജനത്തെ തെറ്റിച്ച് കളയുന്നവർക്ക് ഞാൻ വിരോധമാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരെ അയച്ചിട്ടില്ല, അവരോട് കൽപ്പിച്ചിട്ടില്ല. അവർ ഈ ജനത്തിന് ഒട്ടും പ്രയോജനമായിരിക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ ജനമോ ഒരു പ്രവാചകനോ പുരോഹിതനോ യഹോവയുടെ ഭാരം അരുളപ്പാട് എന്ത് എന്ന് നിന്നോട് ചോദിക്കുന്നുവെങ്കിൽ നീ അവരോട് നിങ്ങളാകുന്നു ഭാരം, ഞാൻ നിങ്ങളെ എറിഞ്ഞു കളയും എന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് പറക. പ്രവാചകനോ പുരോഹിതനോ ജനമോ യഹോവയുടെ ഭാരം എന്ന് പറയുന്നുവെങ്കിൽ ഞാൻ ആ മനുഷ്യനെയും അവൻ്റെ ഭവനത്തെയും സന്ദർശിക്കും. യഹോവ എന്തുത്തരം പറഞ്ഞിരിക്കുന്നു, യഹോവ എന്ത് അരുളി ചെയ്തിരിക്കുന്നു എന്നിങ്ങനെ അത്രേ ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോടും താൻ്റെ സഹോദരനോടും ചോദിക്കേണ്ടത്. യഹോവയുടെ ഭാരം എന്ന് ഇനി മിണ്ടരുത്, അല്ലെങ്കിൽ അവനവൻ്റെ വാക്ക് അവനവന് ഭാരമായിത്തീരും. നമ്മുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ എന്ന ജീവനുള്ള ദൈവത്തിൻ്റെ വചനങ്ങളെ നിങ്ങൾ മറിച്ചു കളഞ്ഞുവല്ലോ. യഹോവ നിന്നോട് എന്തുത്തരം പറഞ്ഞിരിക്കുന്നു, യഹോവ എന്തരുളി ചെയ്തിരിക്കുന്നു എന്നിങ്ങനെ അത്രേ പ്രവാചകനോട് ചോദിക്കേണ്ടത്. യഹോവയുടെ ഭാരം എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിലോ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയുടെ ഭാരം എന്ന് പറയരുത് എന്ന് ഞാൻ നിങ്ങളുടെ അടുക്കൽ പറഞ്ഞയച്ചിട്ടും നിങ്ങൾ യഹോവയുടെ ഭാരം എന്നീ വാക്ക് പറകൊണ്ട് ഞാൻ നിങ്ങളെ എടുത്ത് നിങ്ങളെയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും ഞാൻ തന്നിട്ടുള്ള നഗരത്തെയും എൻ്റെ മുമ്പിൽ നിന്ന് എറിഞ്ഞു കളയും. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് നിത്യനിന്ദയും മറന്നുപോകാത്ത നിത്യലജ്ജയും വരുത്തും. അധ്യായം 24. ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെഹോയാക്കീമിൻ്റെ മകനായി യഹൂദ രാജാവായ യെഖൊന്യാവെയും യഹൂദ പ്രഭുക്കന്മാരെയും ശില്പികളെയും കൊല്ലന്മാരെയും പിടിച്ച് യെരുശലേമിൽ നിന്ന് ബാബേലിലേക്ക് കൊണ്ടുപോയ ശേഷം യഹോവ എന്നെ 2 കൊട്ട അത്തിപ്പഴം യഹോവയുടെ മന്ദിരത്തിൻ മുമ്പിൽ വെച്ചിരിക്കുന്നത് കാണിച്ചു. ഒരു കൊട്ടയിൽ തലപ്പഴം പോലെ എത്രയും നല്ല അത്തിപ്പഴവും മറ്റേ കൊട്ടയിൽ എത്രയും ആകാത്തതും തിന്മാൻ പാടില്ലാതെ വണ്ണം ചീത്തയും ആയ അത്തിപ്പഴവും ഉണ്ടായിരുന്നു. യഹോവ എന്നോട്, യിരെമ്യാവേ, നീ എന്തു കാണുന്നു എന്ന് ചോദിച്ചു. അതിന് ഞാൻ, അത്തിപ്പഴം, നല്ല അത്തിപ്പഴം, എത്രയോ നല്ലതും ആകാത്തതോ എത്രയും ആകാത്തതും തിന്നുകൂടാതെ വണ്ണം ചീത്തയും ആകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഈ സ്ഥലത്ത് നിന്ന് കൽദയരുടെ ദേശത്തേക്ക് നന്മയ്ക്കായി അയച്ചിരിക്കുന്ന യഹൂദ ബദ്ധന്മാരെ ഈ നല്ല അത്തിപ്പഴം പോലെ ഞാൻ വിചാരിക്കും. ഞാൻ എൻ്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽ വെച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും. ഞാൻ അവരെ പണിയും, പൊളിച്ചു കളകയില്ല, അവരെ നടും പറിച്ചു കളയുകയുമില്ല. ഞാൻ യഹോവ എന്ന് എന്നെ അറിവാൻ തക്ക ഹൃദയം ഞാൻ അവർക്ക് കൊടുക്കും. അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവവുമായിരിക്കും. അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരിയും. എന്നാൽ യഹൂദ രാജാവായ സിദെക്കീയാവെയും പ്രഭുക്കന്മാരെയും ഈ ദേശത്ത് ശേഷിച്ച യെരൂശലേമിലെ ശേഷിപ്പിനെയും മിസ്രയീം ദേശത്ത് പാർക്കുന്നവരെയും ഞാൻ ആകാത്തതും തിന്നുകൂടാതെ വണ്ണം ചീത്തയുമായ അത്തിപ്പഴം പോലെ ത്യജിച്ചു കളയും എന്ന് യഹോവ അരുളി ചെയ്യുന്നു.
ഞാൻ അവരെ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഭീതിയും അനർത്ഥവും, ഞാൻ അവരെ നീക്കിക്കളവാനിരിക്കുന്ന സകല സ്ഥലങ്ങളിലും നിന്ദയും പഴഞ്ചൊല്ലും പരിഹാസവും ശാപവാക്യവും ആക്കിത്തീർക്കും. ഞാൻ അവർക്കും അവരുടെ പിതാക്കന്മാർക്കും കൊടുത്ത ദേശത്തു നിന്ന് അവർ നശിച്ചു പോകും വരെ ഞാൻ അവരുടെ ഇടയിൽ വാളും ക്ഷാമവും മഹാമാരിയും അയക്കും. അധ്യായം 25. യോശിയാവിൻ്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ 4-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസറിൻ്റെ 1-ാം ആണ്ട് തന്നെ സകല യഹൂദ ജനത്തെയും കുറിച്ച് യിരെമ്യാവിനുണ്ടായ അരുളപ്പാട്. യിരെമ്യാ പ്രവാചകൻ അത് സകല യഹൂദ ജനത്തോടും സകല യെരൂശലേം നിവാസികളോടും പ്രസ്താവിച്ചത് എങ്ങനെയെന്നാൽ, ആമോൻ്റെ മകനായി യഹൂദ രാജാവായ യോശിയാവിൻ്റെ 13-ാം ആണ്ട് മുതൽ ഇന്നുവരെ ഈ 23 സംവത്സരം യഹോവയുടെ വചനം എനിക്കുണ്ടാകുകയും ഞാൻ ഇടവിടാതെ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്തിട്ടും നിങ്ങൾ കേട്ടില്ല. യഹോവ പ്രവാചകന്മാരായ തൻ്റെ സകല ദാസന്മാരെയും ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചിട്ടും നിങ്ങൾ കേട്ടില്ല. കേൾക്കത്തക്കവണ്ണം നിങ്ങളുടെ ചെവി ചായിച്ചതുമില്ല. നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ ദുർമാർഗവും ദുഷ്പ്രവൃത്തികളും വിട്ടുതിരിവിൻ. എന്നാൽ യഹോവ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും തന്ന ദേശത്ത് നിങ്ങൾ എന്നുമെന്നേക്കും പാർക്കും. അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരരുത്. നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തികൾ കൊണ്ട് എന്നെ കോപിപ്പിക്കുകയും അരുത്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് അനർത്ഥം വരുത്തുകയില്ല എന്ന് അവർ പറഞ്ഞു. എങ്കിലും നിങ്ങൾ നിങ്ങളുടെ അനർത്ഥത്തിനായി നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തി കൊണ്ട് എന്നെ കോപിപ്പിപ്പാൻ തക്കവണ്ണം എൻ്റെ വാക്ക് കേൾക്കാതിരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ വചനങ്ങളെ കേൾക്കായ്ക കൊണ്ട് ഞാൻ ആളയച്ച് വടക്കുള്ള സകല വംശങ്ങളെയും എൻ്റെ ദാസനായി ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെയും ഈ ദേശത്തിൻ്റെ നേരെയും അതിലെ നിവാസികളുടെ നേരെയും ചുറ്റും വസിക്കുന്ന ഈ സകല ജാതികളുടെ നേരെയും വരുത്തി അവരെ ഉന്മൂലനാശം ചെയ്ത് സ്തംഭനഹേതുവും പരിഹാസ വിഷയവും ശാശ്വത ശൂന്യവുമാക്കി തീർക്കും. ഞാൻ ആനന്ദഘോഷവും സന്തോഷധ്വനിയും മണവാളൻ്റെ സ്വരവും മണവാട്ടിയുടെ സ്വരവും തിരികല്ലിൻ്റെ ഒച്ചയും വിളക്കിൻ്റെ വെളിച്ചവും അവരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും. ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭനഹേതുവും ആകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. 70 സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദയരുടെ ദേശത്തെയും അവരുടെ അകൃത്യം നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കുകയും എന്ന് യഹോവയുടെ അരുളപ്പാട്. അങ്ങനെ ഞാൻ ആ ദേശത്തെക്കുറിച്ച് അരുളി ചെയ്തിരിക്കുന്ന സകല വചനങ്ങളെയും യിരെമ്യാവ് സകല ജാതികളെയും കുറിച്ച് പ്രവചിച്ചതും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുമായ സകലത്തെയും ഞാൻ അതിന് വരുത്തും. അനേകം ജാതികളും വലിയ രാജാക്കന്മാരും അവരെ കൊണ്ട് സേവ ചെയ്യിക്കും. ഞാൻ അവരുടെ ക്രിയകൾക്കും അവരുടെ കൈകളുടെ പ്രവൃത്തികൾക്കും തക്കവണ്ണം അവർക്ക് പകരം ചെയ്യും. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എന്നോട് ഇപ്രകാരം അരുളി ചെയ്തു, ഈ ക്രോധമദ്യം നിറഞ്ഞ പാനപാത്രം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ നിന്നെ അയക്കുന്ന ജാതികളെ ഒക്കെയും കുടിപ്പിക്കാം. അവർ കുടിച്ച് ഞാൻ അവരുടെ ഇടയിൽ അയക്കുന്ന വാൾ നിമിത്തം ചാഞ്ചാടി ഭ്രാന്തന്മാരായിത്തീരും. അങ്ങനെ ഞാൻ പാനപാത്രം യഹോവയുടെ കയ്യിൽ നിന്ന് വാങ്ങി യഹോവ എന്നെ അയച്ച സകല ജാതികളെയും കുടിപ്പിച്ചു. ഇന്നുള്ളതുപോലെ ശൂന്യവും സ്തംഭനഹേതുവും പരിഹാസ വിഷയവും ശാപവാക്യവുമാക്കേണ്ടതിന് യെരൂശലേമിനെയും യഹൂദ പട്ടണങ്ങളെയും രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും മിസ്രയീം രാജാവായ ഫറവോനെയും അവൻ്റെ ഭൃത്യന്മാരെയും പ്രഭുക്കന്മാരെയും സകല പ്രജകളെയും സർവ സമ്മിശ്ര ജാതിയെയും ഊസ് ദേശത്തിലെ സകല രാജാക്കന്മാരെയും ഫിലിസ്ത്യ ദേശത്തിലെ സകല രാജാക്കന്മാരെയും അസ്കലോനെയും ഗസയെയും എക്രോനെയും അസ്തോദിൽ ശേഷിപ്പുള്ളവരെയും ഏദോമിനെയും മോവാബിനെയും അമ്മോന്യരെയും സകല സോർ രാജാക്കന്മാരെയും സകല സീദോന്യ രാജാക്കന്മാരെയും സമുദ്രത്തിനക്കരെയുള്ള ദ്വീപുകളിലെ രാജാക്കന്മാരെയും ദേദാനെയും തേമയെയും ബൂസിനെയും തലയുടെ
അരിക് വടിച്ചവരെയൊക്കെയും എല്ലാ അരാബ്യ രാജാക്കന്മാരെയും മരുവാസികളായ സമ്മിശ്ര ജാതിയുടെ സകല രാജാക്കന്മാരെയും സകല സിമ്രി രാജാക്കന്മാരെയും ഏലാമിലെ സകല രാജാക്കന്മാരെയും മേദ്യരുടെ സകല രാജാക്കന്മാരെയും തമ്മിൽ അടുത്തും അകന്നുമിരിക്കുന്ന എല്ലാ വടക്കേ രാജാക്കന്മാരെയും ഭൂമിയിലെ സകല ലോകരാജ്യങ്ങളെയും തന്നെ. ശേശക് രാജാവോ അവരുടെ ശേഷം കുടിക്കണം. നീ അവരോട് പറയേണ്ടത്, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ കുടിച്ച് ലഹരി പിടിച്ച് ഛർദ്ദിച്ചു ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കുന്ന വാളുകൊണ്ട് ഇനി എഴുന്നേൽക്കാതെ വണ്ണം വീഴുവിൻ. എന്നാൽ പാനപാത്രം നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുടിപ്പാൻ അവർക്ക് മനസ്സില്ലാഞ്ഞാൽ നീ അവരോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ കുടിച്ചേ മതിയാവൂ. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന നഗരത്തിന് ഞാൻ അനർത്ഥം വരുത്തുവാൻ തുടങ്ങുന്നു. പിന്നെ നിങ്ങൾ കേവലം ശിക്ഷ കൂടാതെ പോകുമോ? ശിക്ഷ കൂടാതെ പോകയില്ല. ഞാൻ സകല ഭൂവാസികളുടെയും മേൽ വാളിനെ വിളിച്ചു വരുത്തും എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ആകയാൽ നീ ഈ വചനങ്ങളെ ഒക്കെയും അവരോട് പ്രവചിച്ച് പറക. യഹോവ ഉയരത്തിൽ നിന്ന് ഗർജിച്ച് തൻ്റെ വിശുദ്ധ നിവാസത്തിൽ നിന്ന് നാദം പുറപ്പെടുവിക്കുന്നു. അവൻ തൻ്റെ മേച്ചിൽപ്പുറത്തെ നോക്കി ഉറക്കെ ഗർജിക്കുന്നു. മുന്തിരിച്ചക്ക് ചവിട്ടുന്നവരെ പോലെ അവൻ സകല ഭൂവാസികൾക്കും നേരെ ആർപ്പ് വിളിക്കുന്നു. ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു. യഹോവയ്ക്ക് ജാതികളോട് ഒരു വ്യവഹാരമുണ്ട്. അവൻ സകല ജഡത്തോടും വ്യവഹരിച്ച് ദുഷ്ടന്മാരെ വാളിന് ഏൽപ്പിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അനർത്ഥം ജാതിയിൽ നിന്ന് ജാതിയിലേക്ക് പുറപ്പെടുന്നു. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് വലിയ കൊടുങ്കാറ്റ് ഇളകി വരും. അന്നാളിൽ യഹോവയുടെ നിഹിതന്മാർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണ് കിടക്കും. അവരെക്കുറിച്ച് ആരും വിലപിക്കുകയില്ല, അവരെ എടുത്ത് കുഴിച്ചിടുകയില്ല. അവർ നിലത്തിന് വളമായിത്തീരും. ഇടയന്മാരെ മുറയിട്ട് നിലവിളിപ്പിൻ, ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാരെ വെണ്ണീരിൽ കിടന്നുരുളുവിൻ. നിങ്ങളെ അറുപ്പാനുള്ള കാലം തികഞ്ഞിരിക്കുന്നു. ഞാൻ നിങ്ങളെ ഉടച്ചു കളയും. നിങ്ങൾ മനോഹരമായൊരു പാത്രം പോലെ വീഴും. ഇടയന്മാർക്ക് ശരണവും ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാർക്ക് ഉദ്ധാരണവും ഇല്ലാതെയാകും. യഹോവ മേച്ചിൽപ്പുറത്തെ പാഴാക്കി കളയുന്നത് കൊണ്ട് ഇടയന്മാർ നിലവിളിക്കുന്നതും ആട്ടിൻകൂട്ടത്തിലെ ശ്രേഷ്ഠന്മാർ മുറയിടുന്നതും കേൾപ്പാറാകും. സമാധാനമുള്ള മേച്ചിൽപ്പുറങ്ങൾ യഹോവയുടെ ഉഗ്രകോപം നിമിത്തം നശിച്ചു പോയിരിക്കുന്നു. അവൻ ഒരു ബാലസിംഹം എന്ന പോലെ തൻ്റെ മുറ്റുകാട് വിട്ടുവന്നിരിക്കുന്നു. പീഡിപ്പിക്കുന്ന വാൾ കൊണ്ടും അവൻ്റെ ഉഗ്രകോപം കൊണ്ടും അവരുടെ ദേശം ശൂന്യമായിരിക്കുന്നു.